എല്ലാവർക്കും സ്മിതാസ് സ്പൈസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മുടെ അടുക്കളയിൽ ഉണ്ടാക്കുന്നത് ഒരു വെജ് സാൻഡ്വിച്ചാണ്. അതിന് വേണ്ട വെജിറ്റബിൾസൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഒനിയൻ, ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, അതുപോലെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ടിൻ്റെ പകുതി, ക്യാപ്സിക്കം വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഏകദേശം ഒരു ബൗൾ ക്യാബേജ്, ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പാനിൽ വെച്ച് ബട്ടർ ചേർത്താണ് ഇത് സോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് നെയ്യും ചേർക്കാം. നമ്മൾ ഇതിലേക്ക് ഉള്ളി ചേർത്തു, പിന്നെ ക്യാരറ്റ്, അതുപോലെ ബീട്രൂട്ട് ഒന്ന് സോട്ട് ചെയ്യാം. ഇതൊക്കെ കുറച്ച് വേവുള്ള സാധനമല്ല, അതുകൊണ്ട് അതൊന്ന് സോട്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് കാബേജ് ഒക്കെ ചേർത്ത് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഫ്ലെയിം നന്നായി കുറച്ചിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ വേഗം തന്നെ കുക്കായി പോകും. നമുക്ക് ആവശ്യമുള്ളത്ര ഉപ്പ് ചേർത്താൽ മതി. കൂടുതൽ ഉപ്പ് ചേർക്കണം. നമ്മൾ മയോണൈസിലൊക്കെ ഉപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഉപ്പ് ആവശ്യത്തിന് കുറച്ച് ചേർത്താൽ മതി. കൂടുതൽ ഫ്ലെയിം വെക്കാതെ ശ്രദ്ധിക്കുക. നമുക്ക് പെപ്പർ പൗഡറും ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ മതി. ഒരു 3 മിനിറ്റൊക്കെ ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. ലാസ്റ്റായിട്ട് നമുക്ക് കരിഞ്ഞു വെച്ച ക്യാപ്സിക്കവും ചേർത്തിട്ട് ഇളക്കാം. ക്യാപ്സിക്കം ചേർത്താൽ പിന്നെ അധിക സമയം ഫ്ലെയിം വെക്കേണ്ടതില്ല. വേഗം തന്നെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്തിട്ട് നന്നായി ഇളക്കി ചേർക്കാം. പിന്നെ വെജിറ്റബിൾസൊക്കെ കഴിക്കാതെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇങ്ങനെയൊക്കെ റെഡിയാക്കി ബ്രെഡിനുള്ളിലൊക്കെ വെച്ച് കൊടുത്താൽ അവർ നന്നായി കഴിച്ചോളും. നമുക്ക് ഒരു ഓംലെറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് ഉപ്പ്, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതൊക്കെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് വെജിറ്റബിൾസും ചേർക്കാം. കട്ട് ചെയ്ത് വെച്ച ഒനിയനും, ബീട്രൂട്ട്, ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, ഇതെല്ലാം കുറച്ച് അതിൽ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ശരിക്കും നല്ല കളർഫുൾ അല്ലേ നമ്മളെ ഓംലേറ്റ്? കാണാൻ നല്ല ഭംഗിയില്ലേ? ഇതും ഒഴിക്കുമ്പോൾ നല്ല ഫ്ലെയിം വെച്ച്, പിന്നെ ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ കുക്കാവില്ല. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഫ്ലെയിം കൂട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണേ. നമുക്ക് മിക്സ് ചെയ്ത് ആദ്യം തയ്യാറാക്കിയ വെജ് മിക്സില്ലേ, അതിലേക്ക് കുറച്ച് മയോണൈസ് ചേർത്ത് ഇളക്കാം. മയോണൈസോടെ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും ചേർക്കാവുന്നതാണ്. ഒരു 2-3 ടേബിൾ സ്പൂണോളാണ് ഇതിൽ ചേർത്തുള്ളത്. നന്നായി മിക്സ് ചെയ്ത് വെക്കുക. നമുക്കിനി ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. സമയം ഓംലെറ്റിൻ്റെ ഒരു ഭാഗം ഏകദേശം റെഡിയായി. ശ്രദ്ധിച്ച് ഒന്ന് തിരിച്ചിടുക. തിരിച്ചിട്ടാൽ പിന്നെ ഫ്ലെയിം അപ്പം തന്നെ ഓഫാക്കാം. പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ അടിഭാഗം നമുക്ക് വെന്ത് കിട്ടിക്കോളും. ഇനി നമുക്ക് ഓരോ ബ്രെഡായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ നെയ്യും കൂടിയാണ് ചേർക്കുന്നത്. എൻ്റെ ബട്ടർ തീർന്നുപോയി. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് അത് വെച്ച് നിങ്ങൾക്ക് ടോസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഓരോ ബ്രെഡും നമുക്ക് ടോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാ ബ്രെഡ് പീസും നമ്മൾ ടോസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒരു ബ്രെഡ് പീസ് ആദ്യം വെക്കുക. അതിലേക്ക് നമ്മൾ വെജ് മിക്സ് ആവശ്യത്തിന് ചേർത്ത് സ്പ്രെഡ് ചെയ്യുക. അതിന് മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഓംലെറ്റ് പീസാക്കി വെച്ചത് ഒരു പീസ് എടുത്ത് അതിന് മുകളിൽ വെക്കുക. പിന്നെ ഒരു സ്ലൈസ് ടൊമാറ്റോയും
ഉള്ളിയും വെച്ച് അതിന് മുകളിൽ ഒരു ബ്രെഡ് പീസ് കൂടെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാം ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ, നല്ല കളർഫുള്ളല്ലേ നമ്മുടെ സാൻഡ്വിച്ച്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എളുപ്പത്തിൽ നമ്മളെ അടുക്കളയിൽ തന്നെ ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഏത് സമയം ഉണ്ടാകും. അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. എല്ലാം ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് എളുപ്പമല്ലേ, വളരെ രുചികരമായ ഒരു സാൻഡ്വിച്ചാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. പിന്നെ ഈ സാൻഡ്വിച്ച് കുട്ടികൾക്ക് ടിഫിനായോ ലഞ്ച് ബോക്സിലോ ഒക്കെ കൊടുത്തേക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. താങ്ക് യു.